ഹായ്. വീട് വെക്കുവാൻ ഉദ്ദേശിച്ച് പുതിയ സ്ഥലം വാങ്ങുവാനോ അല്ലെങ്കിൽ നിലവിലുള്ള പ്രോപ്പർട്ടി പാർട്ടീഷൻ ചെയ്യാനോ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. യൂട്യൂബിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക. നിങ്ങൾ കൃഷിയെ ഇഷ്ടപ്പെടുന്നവരും വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ സ്വയം കൃഷി ചെയ്യാം എന്ന് ഉദ്ദേശിക്കുന്നവരുമാണെങ്കിൽ നിങ്ങൾ വാങ്ങുന്ന പ്ലോട്ട് അല്ലെങ്കിൽ നിങ്ങൾ മാറ്റിവെക്കുന്ന പ്ലോട്ട് സമചതുരാകൃതിയേക്കാളും നല്ലത് ഏറ്റവും ദീർഘചതുരാകൃതിയിലുള്ള പ്ലോട്ടുകളാണ്. ഞാൻ ഈ പറയുന്നത് എൻ്റെ തന്നെ 28 വർഷത്തോളമായി നിർമ്മാണ മേഖലയിൽ നിന്ന് എനിക്ക് കിട്ടിയ അനുഭവങ്ങളിലൂടെ പഠിച്ച പാഠങ്ങളാണ്. ഞാൻ പറയുന്നതിനോട് എതിരഭിപ്രായം ഉണ്ടാവാം. അമ്മയെ തല്ലിയാലും രണ്ടഭിപ്രായം എന്നാവല്ലോ. അതുകൊണ്ട് നല്ല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇരുകൈയും നീട്ടി നല്ല മനസ്സോടെ സ്വീകരിക്കും എന്നറിയിച്ചുകൊണ്ട് സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ കാലത്ത് ഭൂമി നല്ല വിലയാണ്. പൊന്നും വില എന്ന്, മണ്ണിന് പൊന്നും വില എന്ന് പറയുന്നത് വളരെ യാഥാർത്ഥ്യമാണ്. ഇത്രയും വില കൊടുത്ത് നമ്മൾ വാങ്ങുന്ന സ്ഥലം ആവശ്യമില്ലാതെ വേസ്റ്റായി പോകുന്ന ഒരു ഒഴിവാക്കാനും ഉള്ള സ്ഥലം പരമാവധി ഉപയോഗപ്പെടുത്താനും സാധിക്കണമെങ്കിൽ നമുക്ക് സമചതുരാകൃതിയേക്കാളും ബെറ്റർ ദീർഘചതുരാകൃതിയിലാണ്. ചുരുങ്ങിയ സ്ഥലമാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ഉദാഹരണത്തിന് ഒരു 5 സെന്റ് എന്ന് പറയുന്നത് ഏകദേശം 200 m² സ്ഥലമാണ്. 200 m² സ്ഥലം സമചതുരാകൃതിയിലാണ് വാങ്ങുന്നതെങ്കിൽ 14 മീറ്റർ 15 സെന്റിമീറ്റർ ആണ് ഉണ്ടാവുക നീളവും വീതിയും. അത് ദീർഘചതുരാകൃതിയാണെങ്കിൽ ഒരു 10 മീറ്റർ നമുക്ക് ഫ്രണ്ടേജ് കിട്ടുന്ന രൂപത്തിലാണെങ്കിൽ 20 മീറ്റർ നീളം ഉണ്ടാവും. വീതി 10 സെന്റിമീറ്റർ 20 മീറ്റർ നീളം. ഇതിൽ അപ്രൂവലും കാര്യങ്ങളും കിട്ടുന്നതിന് നമ്മുടെ പ്ലോട്ടിന്റെ 4 അതിരുകളിലും മുൻവശത്ത് ചുരുങ്ങിയത് 3 മീറ്റർ, പിറകുവശം 2 മീറ്റർ, 2 സൈഡിലും ഒരു സൈഡിൽ 1 മീറ്റർ, ഒരു സൈഡിൽ 1 മീറ്റർ 20 സെന്റിമീറ്ററും ഗ്യാപ്പ് ഇടണം എന്നാണല്ലോ. അപ്പോ എങ്ങനെ വന്നാലും ഈ പറയപ്പെട്ട ഗ്യാപ്പുകളെല്ലാം നൽകിയാലും നമുക്ക് ബാക്കിൽ കുറച്ച് സ്ഥലം ഒഴിഞ്ഞു കിട്ടും. ഈ സ്ഥലത്ത് നമുക്ക് വീട്ടാവശ്യത്തിലൊക്കെ പച്ചക്കറികളോ കാര്യങ്ങളോ കൃഷി ചെയ്യാം. പിന്നെ ഈ ദീർഘചതുരാകൃതിയിൽ നമ്മൾ ഈ പ്ലോട്ട് വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്ലസ് പോയിന്റ് ഓപ്പൺ കിണർ, സെപ്റ്റിക് ടാങ്ക്, വേസ്റ്റ് വാട്ടർ ടാങ്ക് എന്നിവയെല്ലാം നമ്മുടെ സ്ഥലത്ത് തന്നെ കൊള്ളിക്കാൻ കഴിയും. ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ കൂടാതെ നമുക്കത് ഉൾപ്പെടുത്താൻ സാധിക്കും. നിങ്ങൾ ചെരിവുള്ളതോ തട്ടുതട്ടായിട്ടുള്ളതോ ആയ ഭൂമി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കതൊരു നഷ്ടം സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. തട്ടുതട്ടായിട്ടുള്ള ഭൂമിയോ ചെരിവുള്ള ഭൂമിയോ നമുക്ക് വീട് വെക്കാൻ നിർമ്മിതി ചെയ്യണമെങ്കിൽ നമുക്കത് നിരപ്പാക്കിയെടുക്കേണ്ടതുണ്ട്. ആ നിരപ്പാക്കിയെടുക്കുന്നതിന് 4 കരിങ്കൽ ഭിത്തി കെട്ടി പൊക്കി ഉയർത്തേണ്ടതായിട്ട് വരും. ഇതിനുള്ള ചെലവ് പിന്നീട് നിരപ്പാക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ വാങ്ങിയ അത്ര അളവ് കിട്ടില്ല, തീർച്ചയാണ്. ഭൂമിയുടെ ചെരിവിനനുസരിച്ച് നമ്മൾ വാങ്ങിയ 5 സെന്റ് ഭൂമി 4.5 സെന്റോ 4 സെന്റോ ഒക്കെ ആയി ചുരുങ്ങും. തീർച്ചയാണ് ആയ സ്ഥലം തിരഞ്ഞെടുക്കുക. എന്നാൽ അതിന് കുറച്ച് കൂടുതലാണെങ്കിലും നമുക്ക് സമയനഷ്ടവും മറ്റു ഈ ഭിത്തി കെട്ടുന്നതും മണ്ണ് നിരപ്പാക്കുന്നതും ചിലപ്പോൾ കെട്ടിപ്പൊന്തിച്ച് മണ്ണ് കൊടും തട്ടി
മണ്ണ് ഫില്ല് ചെയ്യേണ്ടി വരും. അത്തരം സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് സമയവും ധനവും നമുക്ക് നഷ്ടം വരാം. ഇതെല്ലാം ലാഭിക്കാൻ നമുക്ക് നിരപ്പായ ഭൂമി ലഭിക്കുമെങ്കിൽ നിരപ്പായ ദീർഘചതുരാകൃതിയിലുള്ള ഭൂമി വാങ്ങുന്നതാണ് എല്ലാം കൊണ്ടും നല്ലത്. മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം എന്ന പ്രത്യാശയോടെ എല്ലാവർക്കും വീട് വെക്കുവാൻ അനുയോജ്യമായ സ്ഥലങ്ങൾ തന്നെ ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ